ISRO ഗൂഢാലോചന കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. 5 പ്രതികൾക്കെതിരെ തിരുവനന്തപുരം CJM കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ആർക്കൊക്കെ എതിരെയാണ് കുറ്റപത്രം? എന്തൊക്കെ വകുപ്പുകളാണ് CBI പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? വിജയകുമാർ, സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ISRO ചാരക്കേസ് ഗൂഢാലോചന CBI ഏറ്റെടുക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ CBI കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം CJM കോടതിയിൽ 5 പേർക്കെതിരെയാണ് നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി ലഭിക്കാനുണ്ട്. നിലവിൽ 25ഓളം പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തായിരുന്നു CBI കേസ് അന്വേഷിച്ചു വരുന്നത്. ഇതിലായിരുന്നു 5 പേർക്കെതിരെ നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ മുൻ CBI പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 5 പേർക്കെതിരെയാണ് നിലവിൽ കുറ്റപത്രം ഉള്ളത്. നേരത്തെ ഈ നമ്പിനാരായണനെ പ്രതികൾ പീഡിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണമായിരുന്നു ഈ കേസിൽ പ്രധാനമായും ഉയർന്നു വന്നത്. ഈ കേസ് CBI ഏറ്റെടുത്തതിന് പിന്നാലെ വിശദമായി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അടക്കം നടന്നിരുന്നു. അന്ന് ഈ ആരോപണങ്ങളെല്ലാം നേരത്തെ FIR രജിസ്റ്റർ ചെയ്തിരുന്ന പ്രതികൾ നിഷേധിച്ചിരുന്നു. നമ്പിനാരായണൻ യാതൊരു തരത്തിലും ചൂഷണം ചെയ്തിട്ടില്ല, പീഡിപ്പിച്ചിട്ടില്ല എന്നതടക്കമുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു മൊഴികളായിരുന്നു പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതേസമയം ഈ കേസിൽ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ വന്നപ്പോൾ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ പ്രതികൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ക്രയോജനിക് സാങ്കേതിക വിദ്യയിൽ അടക്കം ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതികൾ ഇടപെട്ടിട്ടുണ്ട്. ഒപ്പം ഈ പാകിസ്ഥാനുമായുള്ള ബന്ധമടക്കം അത്തരത്തിലുള്ള ഗുരുതര പരാമർശങ്ങൾ പോലും ഈ കേസിൽ പ്രതികൾക്കെതിരെ പരാമർശിച്ചിട്ടുണ്ട്. ആ കേസിലാണ് നിലവിൽ ഇപ്പോൾ CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രം ആർക്കൊക്കെയാണ് എന്നുള്ള വിശദാംശങ്ങളാണ് ഇനി അറിയാനുള്ളത്. വൈകാതെ തന്നെ ഈ കേസ് കോടതി പരിഗണിക്കുകയും ചെയ്യും. വിജയകുമാർ. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ISRO ചാരക്കേസ് ഗൂഢാലോചന കേസിലാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. 5 പ്രതികൾക്കെതിരെയാണ് തിരുവനന്തപുരം CJM കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. നമ്പി നാരായണനെ കേസിൽ കുടുക്കാൻ നടന്ന ഗൂഢാലോചന സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് CBIയുടെ അന്വേഷണം നടന്നത്. അതിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.